എടാ ഞാൻ 1-2 ATM പോണു. അതിനൊന്നും പൈസ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴതൊരിടന്ന് കിട്ടിയത്. പോയൊന്ന് എടാ എത്ര എന്താണോ അല്ലേ വേണ്ട. എടി ഒരു 10 മിനിറ്റ്, അവനിപ്പോൾ വരാമെന്ന് അവനോട് പറഞ്ഞു. ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യും. ഒന്ന് വെയിറ്റ് ചെയ്യടി, ധൃതി വെക്കല്ലേ. ഒരു 10 മിനിറ്റ് പ്ലീസ്, ഒന്ന് സമാധാനപ്പെടുന്നീ. ആ ഓക്കെ ഓക്കെ, അവൻ വരുന്നുണ്ട്. എത്ര നേരോടെ വെയിറ്റ് ചെയ്തു. നീ ആ പൈസ ഇങ്ങനെ തന്നിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കേ. നീ ഇങ്ങനെ കിടന്ന് പെട്ടക്കല്ലേ മോനെ. എടാ ഒരു ലവറുള്ളവൻ്റെ വിഷമം പറയാൻ നിനക്ക് മനസ്സിലാവില്ല. അവൾ എത്ര നേരം വെയിറ്റ് ചെയ്യുന്നറിയോ? ഉവ്വ ഓയോലല്ലേ. ഫ്ലാറ്റാ. എടാ നീ ആ പൈസ ഇങ്ങനെ എടുത്തേ. നിക്ക്. എടാ ശ്യാമേ, ഇന്ന് ഞാൻ അവിടെ കണ്ടൂടാ. എടാ നമ്മുടെ ഐ കോണ്ടാക്ട്. ഇതെന്നെ നീ പറ്റിക്കാൻ വേണ്ടി പറയുന്നില്ലടാ. ഓ എടാ കോപ്പെ, അല്ലടാ സത്യം. ഇന്ന് ATM വെച്ച് ഞാൻ അവളെ കണ്ടു. അവള് എന്നോട് ചിരിക്കുകയും ചെയ്തു. തൊലിച്ച്. പിന്നെ നമ്മൾ പോകുമ്പോൾ മാത്രം ആരെയും കാണത്തില്ല, നീ ഒറ്റയ്ക്ക് പോകുമ്പോൾ മാത്രം കാണുക. അവളെന്താ ഡെലൂലോ? ഓ ഡെലൂലു അല്ലടാ, ലഡുണ്ടാ. എടാ ഇന്ന് ഞാൻ അവളെ കണ്ടു, അവൾ എന്നെ നോക്കി ചിരിച്ചു. എന്നാ പിന്നെ നീക്ക് പോയി സംസാരിച്ചുകൂടായിരുന്നു. വെറുതെ ക്രഷ് അടിച്ച് ഏയ് അത് അങ്ങനെ ഒരു ക്രഷൊന്നല്ലടാ. ഇതെന്തോ അവളെപ്പോഴും കാണുമ്പോൾ ഒരു ഐ കോണ്ടാക്ട്. എന്തോ ആ കുട്ടിയോട് എനിക്കൊന്ന് സംസാരിക്കണം എന്നൊരു തോന്നൽ. എടപ്പാട് വഴി. അതിനാ ഞങ്ങൾ കാമുകന്മാരുടെ ഭാഷ പറയുന്നത് പ്രേമമൊന്നും. അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അതെന്താ അങ്ങനെ പറയണേ? എനിക്കെന്താ പ്രേമല്ലായിരുന്നോ? എന്നിട്ട് എന്ത് ചെയ്യേ? അത് അവള് തേച്ചിട്ട് പോയതൊക്കെ നിനക്കറിയില്ലേ? ഓ അറിയാം. നിനക്ക് പുതപ്പിക്കാൻ പോകാനുള്ളതല്ലേ? വിട്ടോ. നോൺ AC ആടാ. പൈസ വേണ്ടേ? അതെ, നിന്നെ കൊണ്ടൊരു ആവശ്യം. ഞാൻ എന്തിനാടാ? നീ കേറ്. എടാ എനിക്ക് വേറെ പണിയുണ്ടെന്ന്. കേറടാ, എനിക്കൊരു ആവശ്യമുണ്ട്. വാ. ഇവിടെ എന്താ? അതോ ഇവിടെ അല്ല, അവിടെ മെഡിക്കൽ സ്റ്റോറിലോ? അവിടെ എന്താ? അതോ അത് പിന്നെ നീ ആ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ടെ ഒരു പാക്കറ്റ് കോണ്ടം മേടിച്ചിട്ടുണ്ടോ? അയ്യടാ, അത് തന്നെ അങ്ങ് ചെയ്താൽ മതി. എടാ നിനക്കറിയാലോ, ഞാൻ ഈ കാര്യത്തിൽ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ്. എടാ പൊട്ടിച്ചിടാൻ നിനക്ക് ഈ മടിയൊന്നുമില്ലല്ലോ. അത് പിന്നെ ഈ ആരോഗ്യ കാര്യത്തിൽ കേരളം മുന്നിലല്ലടാ. എടാ പൊട്ടാ, എന്തിനാണ് ഇത്ര മടി നിനക്ക്? നീ ഒന്ന് ചെല്ല്. പോടാ. ഓ എന്തൊരു കഷ്ടപ്പാടാ. ചേച്ചി ഒരു പാക്കറ്റ് കോണ്ടം. അല്ല എനിക്കല്ല, ഫ്രണ്ടിനാ. അതിന് ഞാനൊന്നും ചോദിച്ചില്ലല്ലോ. പറഞ്ഞേ ഉള്ളൂ. ഇത് ഛർദിയുടെ ആണ്, ലൂസ് മോഷൻ്റെ അല്ലേ പിന്നെ പറഞ്ഞു? എനിക്കല്ല, റൂംമേറ്റിന്. ഞാനൊന്നും ചോദിച്ചില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. വേണ്ടായിരുന്നു. എത്ര ചേച്ചി? 40 രൂപ.
ഇതാട്ടോ. ആ ശരി. നാൽപ്പത്തഞ്ചാണ്. ഓക്കെ, ഒറ്റ മിനിറ്റ്. എന്നാ. താങ്ക്സ്. എടാ അതാടാ ഞാൻ പറഞ്ഞ കുട്ടി. അതിനെ കാണുന്നില്ല. തിരിയും, ഒന്ന് ശരിക്കും നോക്ക്. ഇവളാണല്ലേ ജോസപ്പേ, കുട്ടി കൊള്ളാം. എടാ ചുമ്മാ മിസ്സാക്കല്ലേ, ചെന്നുണ്ട്. വേണോ? വേണം, ഉണ്ട്. എടാ എനിക്കൊരു മടി. നീ പോയി മിണ്ട്, വെറുതെ മിസ്സാക്കലോടെ പോ. ശരി, എന്നാ നീ വിട്ടോ, ഞാൻ ഒന്ന് പോയി നോക്കാം. ഞാൻ പോയിട്ടേ ഒന്ന് കറങ്ങിയിട്ട് വരാം. ശരിയടാ. നീ പോയിട്ട് വാ. ഹലോ. ഞാനേ തന്നെ പലപ്പോഴും പലയിടത്തുമായിട്ട് കണ്ടിട്ടുണ്ട്. ആണോ? ആ, ഞാനും ചേട്ടൻ ഇടയ്ക്ക് കാണാറുണ്ട്. ഓ, എനിക്ക് സംസാരിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫ്ലേട്ടിങ് ആവുമെന്ന് വിചാരിച്ചു. പിന്നെ ശരിയാട്ടോ, എനിക്കും ചേട്ടനോട് ഒന്ന് മിണ്ടണമെന്നുണ്ടായിരുന്നു. പക്ഷെ എന്തോ ഒരു ബ്ലോക്ക്. ആ, നേരത്തെ ഞാൻ അവിടെ വെച്ച് കണ്ടപ്പോൾ വന്ന് മിണ്ടാന്ന് വിചാരിച്ചപ്പോൾ ചേട്ടനങ്ങ് പോയി. അതെ, എൻ്റെ ഫ്രണ്ടിനൊരു എമർജൻസി ഉണ്ടായിരുന്നു. എമർജൻസി? അത് ഞാൻ കണ്ടായിരുന്നു. തൻ്റെ പേരെന്തായിരുന്നു? അഞ്ജു. ആ, ചേട്ടൻ്റെ പേരെന്താ? ലിജോ. എന്താ ചെയ്യുന്നത്? ഞാൻ ഇവിടെ സ്റ്റാഫ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാം. താനോ? ഞാൻ ജോലി നോക്കി വന്നതാ. ആ, ഇവിടെ കൊച്ചിയിൽ വന്നിട്ട് ഒരുപാടായോ? ഏയ് ഇല്ല, 3 ആഴ്ച ആയിട്ടുള്ളൂ. ആ, ആണല്ലേ. ചേട്ടൻ്റെ ചിരി നൈസാട്ടോ. താങ്ക് യു. അതിൻ്റെ ക്രെഡിറ്റ് എൻ്റെ എക്സിനാ. ക്രെഡിറ്റോ? ഞാൻ പണ്ട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നോളൂ. നേരം പോലെ ഒന്ന് ചിരിക്കാൻ പോലും അറിയില്ല. തീരെ ആക്റ്റീവ് അല്ലായിരുന്നു. പിന്നെ ചിരിക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും കൊള്ളാമെന്ന് പറഞ്ഞു. ലിജോ, ലിജോപ്പ, ഇവിടെ എന്താ പഠിക്കാനായിട്ട്? എവിടെ? നീ ഇതുവരെ റെഡി ആയില്ലേ? എടി, ഒരു 5 മിനിറ്റ്. ഇതൊന്ന് വലിച്ചേറ്റേണ്ട ആവശ്യമല്ലേ ഉള്ളൂ. എന്തുവാടാ അത്? ഈ മുടിയും താടിയൊക്കെ ഒന്ന് വെട്ടിക്കൂടെ? എന്ത് കോലം അത്? അല്ല, ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ എവിടെ? അവരൊക്കെ ഡ്യൂട്ടിക്ക് പോയി. ആ, ഒരു ദിവസം ഓഫ് കിട്ടിയ നീ ഇങ്ങനെ ലാഗ് അടിച്ച് കളഞ്ഞോണം. എൻ്റെ പൊന്ന് സെലിന് ഒരു 2 മിനിറ്റ്. വിട്ടെ, മേത്തൊക്കെ വെള്ളം കണ്ടില്ലേ? അപ്പോഴേക്കും ഡ്രസ്സ് ഇടാൻ തുടങ്ങാം. ഇതൊക്കെ ഒന്ന് തുടച്ചൂടെ? വാ, തല കാണിക്ക്. ഏഷ്, എടി ഞാനെന്താ ചെറിയ കുട്ടിയോ? വിട്ട് മതി. ഒരു 15 മിനിറ്റ് ഉണ്ടോ മോളെ ഒന്ന് ചാർജ് ആവാൻ? ഇല്ല, ഒരു 10 മിനിറ്റ്. ഒട്ടുമില്ല.
ചിന്തിക്കാൻ സമയം വേണോ? വേണ്ട, നീ ഡ്രസ് ഇട്ടാ മതി. ഇതെന്താ ഈ ടീഷർട്ടാണോ ഇടുന്നത്? ഇതിനെന്താ കുഴപ്പം? എടി ഇതാവുമ്പോ തേക്കണ്ടല്ലോ. ഏത് നേരം നോക്കിയാലും ഈ ടീഷർട്ട് തന്നെ. വേറൊന്നുമില്ലാത്ത പോലെ. ഈ കബറിൽ എത്ര എണ്ണം കിടക്കുന്നുണ്ട്. ഇത് കൊള്ളാലോ. ഇതിട്ടാ മതി. എൻ്റെ കൈ ഞാൻ വെട്ടിക്കളയും. എപ്പോഴും ഉണ്ടോ അങ്ങടി. എന്നെ കൊല്ലോ. എടി ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ലാന്നറിയില്ലേ? നല്ല മണല്ലേ? നല്ല മണം. എന്ത് എന്താ ഇത്? അതെ, ഞാൻ മടക്കി തരാം. ഇതൊക്കെ ഇങ്ങനെ വൃത്തിക്ക് മടക്കണം. എല്ലാത്തിനും ഞാൻ വേണമെന്ന് പറഞ്ഞ നടക്കില്ല കേട്ടാ. അങ്ങനെ നിന്നോട് ആരാ പറഞ്ഞു? പറയണ്ടല്ലോ. സെറ്റല്ലേ? ഇത് മതിയായിരുന്നു. അല്ല, ഇതേതാ ഈ പൊട്ട കണ്ണടാ? അച്ഛൻ്റെ ആണോ? എൻ്റെ വാലിരിക്കുന്ന നീ കേൾക്കും. ഇതൊക്കെ ഫാഷനാണ്. നമ്മൾ ഓരോ ആഴ്ചയിലും ഇങ്ങനെ പുതിയതൊക്കെ ട്രൈ ചെയ്യണ്ടേ. അല്ലാതെ നിന്റെ പോലെ എന്നും ഒരേ ടീഷർട്ട് ഇട്ട് നടക്കുകയല്ല. കൊള്ളാം എന്തായാലും. പോവാ. അല്ല, നല്ല കാര്യം. മടക്കിക്കോ. ഞാനില്ലെങ്കിലും ഇതൊക്കെ ചെയ്യണം. വാ, പോവാം. ലിജോപ്പാ, ഒരു സെൽഫി എടുക്കാം. എടി എന്തോരം ഫോട്ടോസ് അതിൽ കിടക്കുന്നുണ്ട്. എന്തിനാ ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫോട്ടോസ് എടുക്കുന്നത്? നീ വല്ല ഡയലോഗൊന്നും അടിക്കണ്ട. ഒന്ന് ചിരിച്ചേ. ഒന്ന് ചിരിച്ചൂടെ ശരിക്കും? എനിക്ക് ഇങ്ങനെയൊക്കെ ചിരിക്കാറിയുള്ളൂ. എന്താ നിന്റെ പ്രശ്നം? നിനക്കൊന്ന് ചിരിച്ചൂടെ? നിന്റെ മുഖം എന്താ ഇരിക്കണേ? നിന്നെ വല്ല പൊട്ടനീച്ച കഴിച്ച? ഇല്ലല്ലോ. ഒന്ന് ചിരിച്ചൂടെ? ഞാനേ ഇങ്ങനെയാണ്. നിനക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ? എനിക്ക് കുഴപ്പമുണ്ട്. ഞാൻ സ്നേഹിക്കുന്ന ആള് കുറച്ച് ചിരിച്ച് പ്ലസൻ്റായി നടക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതത്ര വലിയ തെറ്റാണോ? അല്ലല്ലോ. നമ്മളിങ്ങനെ ചിരിച്ച് നടക്കുമ്പോൾ എല്ലാവർക്കും ഒരു പ്ലസന്റ് പോസിറ്റീവ് എനർജി അല്ലേ? അല്ലേ? എനിക്കറിയില്ല. അത്രേ ഉള്ളൂ. പിന്നെ നിന്റെ ചിരി കാണാൻ നല്ല രസമല്ലേ? അത്ര രസമൊന്നുമില്ല. എടാ, ശരിക്കും നല്ല രസമുണ്ട്. നമ്മൾ തമാശ പറയുമ്പോൾ നീ ചിരിക്കാറില്ലേ? അതുപോലെ ചിരിച്ചാൽ മതി. നീ അന്ന് ചിരിച്ച പോലെ ഒന്ന് ചിരിക്കും. നമ്മളന്ന് പ്രാക്ടീസ് ചെയ്തില്ലേ? കുറച്ചിങ്ങനെ പല്ല് കാണിച്ച് 2 സൈഡ് ഇങ്ങനെ പോയിട്ട് അങ്ങനെ ചിരിച്ചാൽ മതി. നിനക്കൊരു ഫോട്ടോ വേണ്ട? എടുക്കും. ചിരിക്കണേ. ഉറപ്പാണേ? ചിരിക്കണേ. എടുക്ക്. നാളം നോക്കാതെ നിന്നോരം പോരാം കാവൽ
പകർന്നിടും മനസ്സു പൊലിമ പൊഴിഞ്ഞിതാ ഉടൽ പകർന്നിടും ഉയരുപോ തൂവുന്നിതാ. ഓനെ ഏറെ ചിരി ഫോട്ടോ കൊള്ളാലോ, നൈസായിട്ടുണ്ട്. പെൺകുട്ടികളുടെ സ്പന്ദനം നടക്കട്ടെ നടക്കട്ടെ. അവള് പറഞ്ഞ പോലെ ചിരി കുഴപ്പമില്ല അല്ലേ? ഹലോ. ആ, നീ കിടന്നായിരുന്നോ? ഇല്ല, കഴിച്ചായിരുന്നോ? ഞാൻ കഴിച്ചു. നീയോ? ആ, ഞാൻ കഴിച്ചേ ഉള്ളൂ. നീ ബ്രഷ് ചെയ്യാണോ? ആ. പിന്നെ താങ്ക് യു. എന്തിന്? അല്ല, ഞാനേ ഇന്നെടുത്ത ഫോട്ടോസൊക്കെ നോക്കി. നീ പറഞ്ഞ പോലെ ചിരി കാണാൻ വലിയ കുഴപ്പമില്ല അല്ലേ? അതിലത്തെ ഒരു ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഇട്ടു. അപ്പോൾ ഒരുത്തൻ കണ്ടിട്ടേ മെസ്സേജ് അയച്ചു, ചിരി കൊള്ളാന്ന്. ആണോ? ഞാൻ കണ്ടില്ലല്ലോ, നോക്കാം. അപ്പോൾ എന്നെ ചിരിക്കാൻ പഠിപ്പിച്ചതിന് താങ്ക്സ്. ഞാൻ ചിരിക്കാൻ പഠിപ്പിച്ചതൊന്നുമല്ല, നീ ചിരിക്കാൻ ശ്രമിച്ചതാ. അതുകൊണ്ടാണ് അതിനത്ര ഭംഗി. എടാ, ഞാൻ ഫ്രീ ആയിട്ട് ഒരു അഡ്വൈസ് തരട്ടെ? എന്താണാവോ? നമുക്കൊന്നും ഇല്ലെങ്കിലും നമ്മൾ ചിരിക്കണം. എല്ലാം നഷ്ടപ്പെട്ട് നമ്മൾ മുടിഞ്ഞ് തൊലഞ്ഞ് മൂഞ്ചി കുത്തിയിരിക്കുകയാണെങ്കിലും നമ്മൾ ചിരിക്കണം. അത് കാണുമ്പോൾ നമുക്ക് മാത്രമല്ല, നമ്മുടെ ചുറ്റുമുള്ളവർക്കും ഒരു പോസിറ്റിവിറ്റി അല്ലേ? നമ്മളെങ്ങനെയാണെന്നോ നമ്മുടെ അവസ്ഥ എന്താണെന്നോ അതൊന്നും മറ്റുള്ളവരറിയേണ്ട ആവശ്യമില്ല. നമ്മൾ അറിയിക്കേണ്ട കാര്യമില്ല. ഒരാൾക്ക് നമുക്ക് ഏറ്റവും ഭംഗിയായിട്ട് കൊടുക്കാൻ പറ്റുന്ന എന്താ? ചിരിയല്ലേ? അപ്പോൾ അത് മാക്സിമം നന്നായി എൻജോയ് ചെയ്തിട്ട് കൊടുക്കുക. ലവ് യു ഡി. ഓ, എന്താന്ന് നല്ല മൂഡിലാണല്ലോ. ഓ, എന്താ എനിക്ക് ലവ് യു പറഞ്ഞൂടെ? അല്ല, പൊതുവേ സാറിന് ഇതൊക്കെ ക്രിഞ്ചാണല്ലോ. എടി, ഇതെന്ത് പറഞ്ഞാലും കുറ്റാണല്ലോ. ലിജോ, നീ നെങ്ങ അടിക്കണോടാ? അല്ലല്ലോ, ആരാ പറഞ്ഞു? മനസ്സിലായി. കുറെ ആയി ഞാൻ പറയണം. ഇനി നീ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും. അടുത്ത പ്രാവശ്യം നീ നെങ്ങ അടിക്കണണ്ട, ഞാൻ നിന്റെ മുഖം അടച്ചൊരെണ്ണം തരും. അപ്പം നീ ഒന്നും പറഞ്ഞേക്കരുത്. ഓക്കെ മാഡം, ഞാനേ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. ശരി. ചേച്ചി സൂപ്പറായിരുന്നല്ലേ? ഹലോ. അല്ല ഏട്ടാ, ചേച്ചി സൂപ്പറായിരുന്നല്ലേ? കേൾക്കുമ്പോൾ തന്നെ എന്തോ ഒരു ഇഷ്ടം തോന്നുന്നു പുള്ളിക്കാരിയോട്. ഇത് ഞാനിപ്പോൾ ഒരു ജസ്റ്റ് ഒരു ഡേയിലത്തെ കാര്യം മാത്രം പറഞ്ഞതാ. എനിക്ക് കേട്ടൊരു പാവമായിട്ടാ തോന്നുന്നു. പാവാണോ എന്ന് ചോദിച്ചാൽ പാവാ, എന്നെ വലിയ കാര്യമായിരുന്നു. പക്ഷെ ഇടയ്ക്ക് അവളുടെ ചില സംസാരവും അവൾ ചെയ്യുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാണ്ടല്ലോ എടുത്ത് കിണറ്റിലിടാൻ തോന്നും. അവളൊരു പ്രത്യേക ക്യാരക്ടറായിരുന്നു. എല്ലാത്തിനും ഒരു അടുക്കും ചിട്ടയും വൃത്തിയും വെടുപ്പും അങ്ങനെയൊക്കെയുള്ളൊരു പെൺകുട്ടി. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഒരു റീചാർജ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ കാശ് അപ്പം തന്നെ എനിക്ക് തരും. ഒരു ഹെൽപ്പ് പോലും ആരിൽ നിന്നും മേടിക്കില്ല. എന്നാൽ മറ്റുള്ളവരുടെ എല്ലാ കാര്യത്തിനും അവൾ മുന്നിൽ തന്നെ ഉണ്ടാവുകയും ചെയ്യും. ചേട്ടന് ചേച്ചിയെ ഭയങ്കര ഇഷ്ടമായിരുന്നല്ലേ? പിന്നെന്താ ബ്രേക്കപ്പ് ആയേ?
അതങ്ങനെ ഇന്ന കാരണങ്ങളൊന്നുമില്ല. പക്ഷെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞേ, അത് പിന്നെ അങ്ങ് വലുതായി. പക്ഷേ ഈ പ്രശ്നങ്ങൾക്ക് തുടക്കമായിട്ടുള്ള കാര്യമൊക്കെ കേട്ട് കഴിഞ്ഞാലേ നമുക്കൊക്കെ തോന്നും അതൊക്കെ പറഞ്ഞു തീർക്കാവുന്നല്ലേ ഉള്ളൂ എന്ന്. പക്ഷെ അതിങ്ങനെ സംസാരിക്കും തോറും വലുതായി വന്നു. എല്ലാത്തിനും കാരണം എൻ്റെ ഈ നഖം കടിയായിരുന്നു. നഖം കടിയോ? നീ എപ്പ എത്താ? ഓ ആ ഞാൻ അപ്പോഴേക്കൊക്കെ എത്തും. ഞാൻ 3 ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. സമയം പോകുന്നു. ഒരു മിനിറ്റ്, ഇനി ഇപ്പം എത്താനാ? അത് സെറ്റാക്കാന്നേ. അതെൻ്റെ കയ്യിലുണ്ടാ, ഞാൻ കൊണ്ടുവരാം. പോരെ? എത്ര വർഷം പറഞ്ഞിട്ടുണ്ട് നിന്നോട് ഞാൻ കടിക്കരുന്ന്? അപ്പൻഡിക്സിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 6 മാസമല്ലേ ആയുള്ളൂ. നിനക്ക് എന്തിന്റെ കേടാടി? എന്റെ കയ്യിലെ കടിക്കണ്, നിന്റെ അല്ലല്ലോ. നിന്റെ അപ്പൻ്റെ അടുത്ത് പെരുമാറുന്ന പോലെ എന്നോട് പെരുമാറിയുണ്ടല്ലോ. ഇത്ര ഓടായി പോയി, അല്ലെ നിന്റെ തലടിച്ച് പൊടിച്ചേനെ. തലിക്കോളം പറഞ്ഞതുകൊണ്ടല്ല ഞാൻ തല്ലിയത്. സോറി. ഞാൻ പറഞ്ഞൊക്കെ എന്ത് ചെയ്യോടി? എന്നാ ബസ് സ്റ്റാൻഡിൽ പോയി നിൽക്കടി, ആ കഴപ്പങ്ങോട്ട് തീരട്ടെ. അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല. എന്ത് മൈജത്? നിന്റെ താളത്തിനൊത്ത് തുള്ളാൻ വേറെ ആടെ നോക്കടി. മൈജ് ഉണ്ടാക്കാൻ വന്നിരിക്കുക. ആ കൊള്ളാലോ. എടാ നിർത്തടാ നിർത്തടാ നിർത്ത്. എന്താ മോളെ ഇവിടെ ലൈറ്റിൻ്റെ താഴെ കൂടെ നടക്കണേ? ഇവിടെ നടത്തം കണ്ടോ? ഇരുട്ടത്തേക്ക് പോണോ? എടാ അവൾക്ക് ഇരുട്ട അവിടെ ഇഷ്ടമാണ്. ഇങ്ങോട്ട് ഓടണേ, ഇങ്ങോട്ട് വാ, ഇവിടെ സ്ഥലമുണ്ട്. എടാ അവിടെ ഓട്ടം വാ, നിൽക്കുന്നേ, വാ ചോദിക്കട്ടെ, വാ ചോദിക്കട്ടെ. ഇങ്ങ് വന്നേ, ചേട്ടനിങ്ങനെ അന്യനായിട്ട് കാണല്ലേ. കോടല്ലേ മോളെ. എന്നാലും നീ എന്നോട് ഒറ്റയ്ക്കാക്കിട്ടിട്ട് പോകുന്നില്ലേ? എടി അത് നീ എന്നെ തല്ലിയപ്പം എൻ്റെ കയ്യിൽ നിന്ന് പോയതാ. സോറി. കരയല്ലേ? എന്നാലും നീ എന്നെ അവിടെ ഒറ്റയ്ക്കാക്കിയിട്ടിട്ട് അയട്ടത്ത് നീ പോയില്ലേ? ഞാനത് പേടിച്ചു. നീ എന്നെ അവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോരാൻ പാടുള്ളൂ. സോറി. ഓക്കെ, പറ്റിപ്പോയി, ഇനി ഉണ്ടാവില്ല. കരയല്ലേ? കൂളാവ്. ഓക്കെ, പോട്ടെ, ഇനി ഉണ്ടാവില്ല. അയ്യോടാ പാവം. ചേട്ടൻ എന്ത് പണിയാ കാണിച്ചേ? എടോ, ഞാനത് അപ്പോഴത്തെ ദേഷ്യത്തിൽ അങ്ങനെ പറ്റിപ്പോയതാ. ഞാൻ അവളെൻ്റെ പുറകിലുണ്ടെന്നാണ് വിചാരിച്ചത്. എന്നാൽ അത് മോശമായിപ്പോയി. ആ കുഴപ്പമില്ല, പിന്നെ സെറ്റായില്ലേ? എടോ, സത്യം പറഞ്ഞാൽ ശരിക്കും അവിടെ നിന്നാണ് പിന്നെ പ്രശ്നങ്ങളെല്ലാം തുടങ്ങിയത്. ഞാനതൊരു നിസ്സാര കാര്യമായിട്ടാണ് കരുതിയത്. പക്ഷെ അവൾക്ക് എന്നോടുള്ള
ട്രസ്റ്റ് ബ്രേക്കായി തുടങ്ങിയിരുന്നു. പിന്നെ എന്തുണ്ടെങ്കിലും ഇതൊക്കെ എടുത്ത് കുത്തിപ്പറഞ്ഞ് പ്രശ്നങ്ങൾ വഷളാവാൻ തുടങ്ങി. പിന്നെ എനിക്കാണെങ്കിൽ പതുക്കെ പതുക്കെ എൻ്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ഞാനും അല്ലാണ്ട് റിയാക്ട് ചെയ്യാൻ തുടങ്ങി. പിന്നീട് അങ്ങോട്ട് റെസ്ട്രിക്ഷൻസ് ആയി. ഒരു തരം വാശി തീർക്കൽ പോലെയായി ഞങ്ങളുടെ റിലേഷൻഷിപ്പ്. പിന്നെ തോന്നി എല്ലാം അവിടെ വെച്ച് അവസാനിപ്പിക്കുന്ന നല്ലതെന്ന്. ഈ വാശിയും ദേഷ്യമൊക്കെ മാറ്റിവെച്ച് മനസ്സോറും സംസാരിച്ചാൽ പോരായിരുന്നോ? മനസ്സോറും സംസാരിച്ചിട്ട് മാറാത്ത എന്ത് പ്രശ്നമുള്ളത്? ആ സ്റ്റേജൊക്കെ കഴിഞ്ഞു പോയിടും. ഈ മനസ്സ് കണ്ണാടിയാന്നൊക്കെ പറയാറില്ലേ? പക്ഷെ അതിലൊരു പോറൽ വീണ് കഴിഞ്ഞാൽ എത്ര തൂത്താലും തുടച്ചാലും അതങ്ങനെ തന്നെയാണ്. അതിനൊരു മാറ്റം ഉണ്ടാവില്ല. അതുപോലെ ഞങ്ങളുടെ മനസ്സ്. ഒടുക്കം ചിരിക്കാൻ പഠിപ്പിച്ച ആളുടെ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കാൻ പോലും പറ്റാതെ കൈ കൊടുത്ത് പിരിയേണ്ടി വന്നു. പിന്നീട് നിങ്ങൾ കാണാനും മിണ്ടാനും ശ്രമിച്ചില്ല? അവള് പിന്നെ ഇവിടുത്തെ ജോലിയൊക്കെ മതിയാക്കിയിട്ട് കോട്ടയത്തേക്ക് പോയി. ആദ്യം കുറച്ച് നാള് പരസ്പരം കുറ്റപ്പെടുത്തി വെളിയും പറച്ചിലൊക്കെ ഉണ്ടായിരുന്നു. പറഞ്ഞ് സങ്കടമൊക്കെ മാറിയപ്പോൾ പിന്നെ അതും ഇല്ലാതെ. പിന്നെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം അവൾ അബ്രോഡ് പോയി. പ്രത്യേകിച്ച് ഇപ്പോൾ വേറെ കോണ്ടാക്റ്റ് ഒന്നുമില്ല. നിങ്ങൾ സൂപ്പറായിരുന്നു കേട്ടോ. വിട്ടുകളയണ്ടായിരുന്നു. കേട്ടിട്ട് എനിക്ക് തന്നെ സങ്കടം തോന്നുന്നു. അത് നിനക്ക് ശരിക്കും അവളെ അറിയാത്തോണ്ടാ. ഈ അവസാനമൊക്കെ ആയപ്പോഴേ തനി ടോക്സിക് ആയിരുന്നു. അപ്പോൾ താനോ? ഇപ്പം നിങ്ങൾ സെറ്റായോ? അയ്യോ, അങ്ങനെയല്ല. പൊതുവേ ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ എല്ലാവരും സ്ഥിരം പരിപാടിയാ. അവൻ ശരിയല്ല, അവള് ശരിയല്ല, അത് പറഞ്ഞു എന്നേ ഉള്ളൂ. എടോ, തൻ്റെ കണ്ണു കൊള്ളാം. ശരിക്കും കൊള്ളാടോ. ഈ കുറേ ദിവസം ആഗ്രഹിച്ച് മിണ്ടിയതുകൊണ്ടാണോ എന്നറിയില്ല. എന്തോ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ മനസ്സിനൊക്കെ ഒരു വല്ലാത്തൊരാശ്വാസമുണ്ട്. എന്നാ ശരിയോടോ, എനിക്ക് ഡ്യൂട്ടിക്ക് കയറാൻ സമയമായി. ഓക്കെ, നമുക്കിതുപോലെ കാണാം ഇടയ്ക്കൊക്കെ. ബൈ. ചേട്ടാ ഒരു മിനിറ്റ്. സെലിനോ? ഒന്നുമില്ല ചേട്ടാ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചേട്ടൻ പറഞ്ഞ കഥയിലെങ്കിലും തിരുത്തുണ്ടോ? തിരുത്തോ? എന്ത് തിരുത്ത്? ചേച്ചി ഇപ്പോൾ ഇല്ലെന്നോ? എന്തില്ലെന്ന്? അത് എന്നോടെന്തോ ആരോ പറയുന്ന പോലെ, എൻ്റെ മനസ്സിലെന്തോ തോന്നുന്ന പോലെ ചേച്ചി മരിച്ചു. മരിക്കേ? ആര്? താനെന്ത് വർത്താനോടോ പറയണത്? തനിക്ക് അവളെ നേരത്തെ അറിയോ? ഇല്ലല്ലോ. ഞാൻ പറഞ്ഞോണ്ടല്ലേ അവളെ മനസ്സിലായത്. എടോ, ഒരാളോട് ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് മരിച്ചു എന്നാണോ പറയണത്? ചേട്ടൻ, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. പിന്നെ എങ്ങനെ ഉദ്ദേശിച്ചത്? തന്റെ തോന്നലൊക്കെ ഉണ്ടല്ലോ, കയ്യിൽ വെച്ചാ മതി. ചേട്ടാ, ഞാൻ പറഞ്ഞില്ലേ, ആരോ ചെവി പറയുന്ന പോലെ എനിക്ക് തോന്നിയിട്ടാ. അത് വിട്ടേക്ക്. സോറി. എടോ, എന്തോന്ന് സോറി? ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞിട്ടാണോ സോറി പറയണത്? ഞങ്ങൾ തമ്മിലേ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അതിനൊരാൾ മരിച്ചു എന്നല്ല പറയാ. ഞാൻ അവളെ ചിലപ്പോ താഴ്ത്തി കെട്ടി പറഞ്ഞിട്ടുണ്ടാവും. അവളെ പറ്റി പക്ഷെ വേറൊരാൾ പറഞ്ഞാ എനിക്ക് സഹിക്കില്ല. ചേട്ടാ, കൂളാവ്, ടെൻഷനാവല്ലേ. ഞാൻ ഹേർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞല്ല. പക്ഷെ എനിക്ക് നല്ല ഹേർട്ടായി.
കുറച്ച് വെള്ളം കുടിക്കുന്നോ? ലിജു ഒന്ന് നോക്കി, ഒന്ന് നോക്കടാ. നോക്ക്. ഇന്നാ കുറച്ച് വെള്ളം കുടിച്ചേ. കുടിക്കുന്നേ. നീ പറഞ്ഞ പോലെ കഥയിലൊരു തിരുത്തുണ്ട്. എന്ത്? ഞങ്ങൾ ബ്രേക്കപ്പായിട്ട് ഒരു 6 മാസം കഴിഞ്ഞാണ്. ഒരു ദിവസം അബ്രോഡ് പോകാനുള്ള എന്തൊരു ആവശ്യത്തിന് വേണ്ടി അവൾ അക്ഷയ പോയതാ. വരുന്ന വഴിക്ക് ഒരു ആക്സിഡന്റ്, ബ്രെയിൻ ഡെത്ത് ആയിരുന്നു. എൻ്റെ സെലി ഈ ലോകത്തില്ലെന്നോ അവൾ മരിച്ചു എന്ന് പറയുന്നോ എനിക്ക് കേൾക്കാൻ ഇഷ്ടമല്ല. എന്നോട് വഴക്കിട്ട് വേറെ ഏതോ കോണിൽ പിണങ്ങിയിരിക്കാന്ന് വിശ്വസിക്കാൻ എനിക്കിഷ്ടം. അങ്ങനെ ഞാൻ ഇതുവരെയായിട്ട് കരുതിയിട്ടുള്ളൂ. ചേട്ടാ, ചേച്ചി എങ്ങനെയാ കാണാൻ? ചേച്ചിയുടെ ഫോട്ടോ എന്തെങ്കിലും ഉണ്ടോ? എനിക്കൊന്ന് കാണാനായിരുന്നു. ഫോട്ടോ ഉണ്ട്. ചേച്ചിയുടെ പേര് സെലിൻ എന്നല്ലേ പറഞ്ഞേ? സെലിൻ എന്നുള്ളത് ഞാൻ വിളിക്കുന്നതാ. മാമോദീസ പേരാ. ഒറിജിനൽ പേര് ആഷ്ന. അയ്യോ എടോ അഞ്ജു, എന്തു പറ്റി? ആഷ്നേച്ചി എനിക്കറിയാം. എൻ്റെ കണ്ണ് ആഷ്നേച്ചിയുടെ. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂളിൽ വെച്ചൊന്ന് വീണായിരുന്നു. അന്നത്ര കാര്യമാക്കിയില്ല. ഞാൻ കണ്ണുവേദനയും തലവേദനയായിട്ട് ഡോക്ടറെ കാണിച്ചപ്പോൾ കണ്ണിൻ്റെ നെർവ്സിന് എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. മരുന്ന് സ്പെക്സൊക്കെ ആയിട്ട് കുറച്ചാൽ അങ്ങനെ പോയായിരുന്നു. പതുക്കെ പതുക്കെ എൻ്റെ കാഴ്ചയും മങ്ങാൻ തുടങ്ങി. 2 വർഷം മുന്നേ പൂർണ്ണമായി എൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറഞ്ഞിട്ട് എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തായിരുന്നു. അന്ന് അതേ ഹോസ്പിറ്റലിലാണ് സെലിൻ ചേച്ചിനെ ആക്സിഡൻ്റ് ആയിട്ട് കൊണ്ടുവന്നത്. ഓർഗൻസൊക്കെ ഡൊണേറ്റ് ചെയ്തപ്പോൾ സെലിൻ ചേച്ചിയുടെ കണ്ണുകളാണ് എനിക്ക് വെച്ചത്. എന്നിട്ട് അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ചേച്ചിയുടെ വീട്ടിലും പോയായിരുന്നു. സത്യമാണോ താൻ പറയുന്നത്? ഇതെന്റെ സെല്ലിന്റെ കണ്ണുകൾ തന്നെയാണോ? സത്യമാണോ? സത്യമാണ്.
അന്നതൊരു വലിയ വാർത്തയായിരുന്നല്ലോ. ആ അതെനിക്കറിയായിരുന്നു. പക്ഷെ അവളുടെ കണ്ണാണ് എൻ്റെ മുന്നിൽ വന്നിരിക്കുന്നത്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സത്യം, ഇത് സെലിൻ ചേച്ചിയുടെ കണ്ണുകളാ. എടോ, അപ്പൊ ഈ സോൾമേറ്റ്സ് എന്ന് പറയുന്നതൊക്കെ ഉള്ളതാണല്ലേ? ആയിരിക്കും. അതായിരിക്കും നമ്മുടെ കണ്ണുകൾ വീണ്ടും വീണ്ടും നമ്മളെ കണ്ടെത്തിക്കൊണ്ടിരുന്നത്. പോയാലോ? എൻ്റെ സെലിനെ എനിക്ക് കുറച്ച് സമാധാനം തരുമോ? ഇല്ല, തരില്ല, ഒരിക്കലും തരില്ല. ഉഫ്, ഇതൊന്നും ചത്തു പോകുന്നില്ലല്ലോ പണ്ടാറണങ്ങാനായിട്ട്. ആടാ, ഞാൻ ചാവാത്തതാണല്ലോ നിന്റെ കേട്. ഞാൻ ചത്താലും എൻ്റെ ഈ 2 കണ്ണുകൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. നോക്കോ. ചേരുന്നിതാ